Are you really friends with Peter Parker? കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ്, എടാ മാർവലിന്റെ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ട്രെയിലർ അടുത്ത മാസം വരും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരും, അല്ലെങ്കിൽ നാളെ വരും, അല്ലെങ്കിൽ ഇതേ വന്നു, ഇതാ ഇപ്പൊ ഇങ്ങനെ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ട്രെയിലറിന്റെ പോയിട്ട് ഒരു ടീസറിന്റെ അനക്കം പോലും മാർവൽ തന്നിട്ടില്ല. എന്തുവാന്ന് അറിയത്തില്ല, ഇവർ വെറുതെ ലയ അടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സോ ഇന്ന് ആഗസ്റ്റ് 1 ആഗസ്റ്റ് 1 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേൾഡ് സ്പൈഡർമാൻ ഡേ ആണ്. സോ വേൾഡ് സ്പൈഡർമാൻ ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ സ്പൈഡർമാന്റെ ആ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും ഐക്കോണിക് ഡയലോഗ്സിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ സ്വന്തം ടോബി മെഗ്യുർ. ഫ്ലാഷ് ബാക്കിലേക്ക് ഇച്ചിരി പോയി കഴിഞ്ഞാൽ സ്പൈഡർമാൻ ദ ഫസ്റ്റ് സ്പൈഡർമാനിൽ നമ്മുടെ ബെൻ, അതായത് അങ്കിൾ ബെൻ പറയുന്ന ഒരു ഡയലോഗാണിത്. ഏതായാലും അതിൽ നിന്ന് തന്നെ നമുക്കങ്ങ് തുടങ്ങിയേക്കാം. സോ ഇന്ന് നമ്മൾ പറയുന്നത് ഒരു സ്പൈഡർമാനെ കുറിച്ച് ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് ആണ്. കാരണം 2 മാസം മുമ്പൊക്കെ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ്സ് വന്നതാണെങ്കിൽ നമ്മുടെ ചാനലിൽ ആ ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അതായത് സ്പൈഡർമാൻ്റെ ഡിഫറെൻറ്റ് സ്യൂട്ട്സ്, അതാണ് നമ്മൾ ഇന്ന് മെയിൻ തീം കൊടുത്ത് നോക്കാൻ പോകുന്നു. പിന്നെ കുറച്ച് കിട്ടിയ നോ വേ ഹോം അപ്ഡേറ്റ്സ് നമ്മൾ പറയുന്നതായിരിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. ഹേ ഗൈസ്, എൻ്റെ പേര് ആൽബിൻ AKA ടോക്സ്. നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ സ്പൈഡർമാൻ സ്യൂട്ടിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ആഗസ്റ്റ് 1 എന്തുകൊണ്ടാണ് സ്പൈഡർമാൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ. സംഭവം ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്വന്തം സ്റ്റാൻലി, ആരാ നമ്മുടെ മാർവൽ കൊമിക്സിന്റെ ഒക്കെ ഗോഡ് ഫാദർ എന്ന് വേണേലും വിശേഷിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം ലേറ്റ് ലെജൻഡ് സ്റ്റാൻലി ഇതേ ദിവസം 1962 പുറത്തിറക്കിയ ഒരു വമ്പൻ, അല്ലെങ്കിൽ ഈ സൂപ്പർ ഹീറോസിലെല്ലാം ഒരു ഐക്കോണിക് ക്യാരക്ടറാണ് നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ. 1962 ആഗസ്റ്റ് 1 അമേസിംഗ് ഫാന്റസീസ് എന്ന് പറയുന്ന ഒരു മാഗസീനിലാണ് നമ്മുടെ സ്വന്തം സ്റ്റാൻലി ഇത് ആദ്യമായിട്ട് സ്പൈഡർമാനെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തത്. എല്ലാവരും ഡൗട്ടൊന്നും അടിക്കേണ്ട, പീറ്റർ പാർക്കറിന്റെ കൊമിക്സിലുള്ള ബർത്ത്ഡേ ആഗസ്റ്റ് 10. ഒഫീഷ്യൽ സ്പൈഡർമാൻ വേൾഡ് വൈഡ് ഡേ ആഗസ്റ്റ് 1 തന്നെയാണ്. ഏതായാലും ഇനി നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ കുറച്ച് അപ്ഡേറ്റ്സും അതിന്റെ ഷൂട്ടിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ് കുറെ റൂമേഴ്സ്, ഈവൻ തോ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കുറെ ഫാൻ തിയറി, എൻറ്റയർ സ്ക്രിപ്റ്റ്, പ്ലോട്ട് ബ്രേക്ക് ഡൗൺ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ ഇഷ്ടംപോലെ ചാൻസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം എൻഡ് ഗെയിം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു മാർവൽ എന്ന് പോട്ടെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഒരു നോ വേ ഹോം തന്നെയാണ്. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരു പോൾ ഇട്ട് നോക്കിയതാണ്, ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ഏത് സിനിമയാണെന്ന് ചോദിച്ചപ്പോൾ മെജോറിറ്റി ഏകദേശം 56% ആൾക്കാരും പറഞ്ഞത് സ്പൈഡർമാൻ നോ വേ ഹോം എന്നാണ്. തൊട്ടു പുറകെ തന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സും ഉണ്ടായിരുന്നു. സോ ഏതായാലും ഇന്ന് നമ്മുടെ ഫാർ ഫ്രം ഹോം അല്ലല്ലോ നോ വേ ഹോം ശരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തന്നെ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അധികം ഹൈപ്പ് കിടക്കുന്ന പടമൊന്നും അത്രയ്ക്കൊന്നും ഇല്ല. ഏതായാലും വെയിറ്റ് ചെയ്യാം. കാരണം ഈ അത്ര ഒരു സ്പൈഡർ വേഴ്സ് ആണെങ്കിലും മൾട്ടിവേഴ്സ് ആണെങ്കിലും, ഈവൻ തോ ലോക്കി മൾട്ടിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ സിൽവി ആ ഒരു ഹീ ഹു റിമെയിൻസിനെ കൊല്ലുന്ന ആ സമയത്തുള്ള അതേ ഈവൻസ് ആണ് നോ വേ ഹോമിൽ നടക്കുമെന്ന് പറഞ്ഞൊരു റൂമേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞുള്ള ഈവൻസ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് നമ്മൾ നോക്കുന്നില്ല. ഈവൻ തോ ഇപ്പം നിലവിൽ കിട്ടിയ ഒരു ലേറ്റസ്റ്റ് റൂമർ എന്താണെന്ന് വെച്ചാൽ സ്പൈഡർമാൻ നോ വേ ഹോമിന് ശേഷം ഒരേ ഒരു സ്പൈഡർമാൻ കണ്ടിന്യൂവേഷനും ഉണ്ടാവുള്ളൂ. അതായത് ഇവർ പറയുന്ന ഉദ്ദേശിച്ച് ടോബി മെഗ്യൂറയുടെയും ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാൻ കരാറ് അവസാനിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു അതിന്റെ ഒരു ചുരുക്കം എന്ന് തന്നെ പറയാം. കാരണം റൂമർ മാത്രമാണ് കേട്ടോ, ഉറപ്പിക്കാൻ പറ്റിയല്ല. സ്പൈഡർമാൻ നോ വേ ഹോമിൽ സ്പൈഡർ വേഴ്സ് ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു സ്പൈഡർമാൻ മാത്രമോ ലോങ് ലീവ് ലാസ്റ്റ് ചെയ്യുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അതൊരു റൂമർ മാത്രമാണ്. See, Flash being the fastest isn't always the best if you are wrong. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മാർവൽ ആഡ്സ്, മെർച്ചൻഡൈസ്, മാർവൽ ഇപ്പോൾ പുറത്തു വരുന്ന പരസ്യങ്ങളിലെല്ലാം തന്നെ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തുടങ്ങിയത് ഒന്നാമത്തെ ഒരു ടോയ് മേക്കിംഗ് ആഡ്സിലായിരുന്നു. അതെന്ന് വെച്ചാൽ സ്പൈഡർമാന്റെ പുതിയ സ്യൂട്ട് ഉണ്ടെന്ന് നമ്മൾ അറിയുന്ന ആ ഒരു ടോയ് ആഡ്സിൽ കൂടെ ആയിരുന്നു. ആദ്യത്തെ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതോട്ട് അങ്ങ് പറഞ്ഞിടാം, എല്ലാ സ്യൂട്ടും കൂടെ ഒരുമിച്ച് പറയാതെ ആദ്യത്തെ സ്യൂട്ട് 3 സ്യൂട്ടാണ് ഇപ്പം മെയിൻലി കറന്റ് ആയിട്ട് റൂമേഴ്സ് നിലവിലുള്ളത്. ഏതായാലും നമുക്ക് ആദ്യം തൊട്ട് പറയാം. ഒന്നാമത്തെ സ്യൂട്ട് നമ്മുടെ സ്വന്തം ബ്ലാക്ക് ഗോൾഡൻ സ്യൂട്ട്. നമുക്കറിയാവുന്നതാണ്, ഇതൊരു വേൾഡ് വൈഡ് ഹിറ്റ് ആയിട്ടുള്ള ഒരു ഗെയിം. ആൻഡി ഓക്ക് എന്ന് പറയുന്ന ഒരു സ്യൂട്ടാണ് PS4 സ്പൈഡർമാൻ ഗെയിമിങ്ങിൽ ഇതുള്ളത്. ആദ്യമായിട്ട് ബ്ലാക്ക് സ്യൂട്ട് വിത്ത് ഗോൾഡൻ സ്ട്രിപ്സ് ആദ്യം നമ്മളെ കാണിച്ച ആ ഒരു ഗെയിമിൽ തന്നെയാണ്. സോ ഗെയിമിങ്ങിന്റെ അതേ ഒരു കാരണത്താലാണ് ആ ബ്ലാക്ക് സ്യൂട്ട് വരുന്നതെങ്കിൽ അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ സ്യൂട്ടിന്റെ അത്രയും എന്ന് വെച്ചാൽ നമ്മുടെ അയൺ സ്യൂട്ടില്ലേ, നമ്മുടെ ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കി കൊടുത്ത ആ അയൺ സ്യൂട്ടിന്റെ തന്നെ അതേപോലത്തെ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. പിന്നെ നമുക്കറിയാം അയൺ സ്യൂട്ട് ബുള്ളറ്റ് പ്രൂഫാണ്. സാധാരണ നമ്മുടെ സ്വന്തം പീറ്റർ പാർക്കർ ഉണ്ടാക്കിയ, അതായത് അവൻ ഫാർ ഫ്രം ഹോമിൽ അവൻ ഇടുന്ന സ്യൂട്ടിനേക്കാളും ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് തന്നെ പറയാം. I'm not obsessed with him, just very observant.
പിന്നെ അതിന് നിൽക്കുന്ന ഒരു റൂമർ എന്നാന്ന് വെച്ചാൽ ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ സ്യൂട്ടിൽ നിന്ന് പുറത്തു വരുന്ന വെബിന് ഗോൾഡൻ കളർ ആയിരിക്കും, അല്ലെങ്കിൽ ഈവൻ തോ എന്തോ ഗോൾഡ് വെച്ചുള്ള ഒരു പരിപാടികളുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആ ഒരു ടോയ്, ആ ഒരു ആഡ് സീനാണ്. ആ ഒരു ആഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, സ്പൈഡർമാൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ആ വെബിന്റെ കളർ ഗോൾഡ് ആണ്. ആ ഒരു ഗോൾഡ് ഓപ്പൺ ചെയ്യുന്ന ഒരു പോർട്ടലാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന്റെ കൂട്ട് ഒരു പോർട്ടൽ ടൈപ്പാണ് ഇത് ചെയ്യുന്നത്. ഈവൻ തോ നമുക്കറിയാം നമ്മുടെ സാക്ഷാൽ ടോണി സ്റ്റാർക്ക് അവന്റെ സ്റ്റാർക്ക് ഇൻഡസ്ട്രിയിൽ ഏത് ടെക്നോളജിയിൽ വേണമെങ്കിലും ആക്സസ് ചെയ്യാനുള്ള പവർ നമ്മുടെ പീറ്റർ പാർക്കറിന് കൊടുത്തിട്ടുള്ളതാണ്. ബട്ട് ഇപ്പോഴും അതിന്റെ CEO നമ്മുടെ പെപ്പർ തന്നെയാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഫാർ ഫ്രം ഹോമിൽ ഹാപ്പിയോട് കുറെ ന്യൂ സ്യൂട്ട്സ് ഒക്കെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കുറെ സ്യൂട്ട്സ് ഉണ്ടെന്നും അവൻ ഏതൊക്കെയാണ് വേണ്ടതെന്ന് അതൊന്നും ഞാൻ കൂടുതൽ വിസ്തരിക്കുന്നില്ലല്ലോ. അവൻ എന്തുകൊണ്ട് അതൊക്കെ ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല, അത് പറഞ്ഞ് സ്പോയിലാക്കത്തില്ല. കാരണം ഇനി ഫാർ ഫ്രം ഹോം കാണാത്തവരാണെങ്കിലോ അല്ലേ. അപ്പം ആ ഒരു രീതിയിൽ ഹാപ്പി തന്നെ ആയിരിക്കും ഈ ഒരു ബ്ലാക്ക് സ്യൂട്ടും ഇവന് കൊടുക്കാൻ ചാൻസ്. അത് ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കിയതാണെങ്കിൽ, ആ ഒരു ടെക്നോളജി വെച്ച് ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കിയ ആ ഒരു സ്യൂട്ട് ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ സ്വന്തം ഹാപ്പി തന്നെയായിരിക്കും ഇതൊക്കെ കൊടുക്കുന്നത്. ബട്ട് ചിലരുടെ തിയറിയും റൂമേഴ്സും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ സ്യൂട്ട് നമ്മുടെ സ്വന്തം വക്കാണ്ട, അതായത് ബ്ലാക്ക് പാന്തറിന്റെ ഒഫീഷ്യൽ അല്ലെ ബ്ലാക്ക് പാന്തർ കൊടുക്കുന്നതാന്ന് തന്നെ പറയാം. ഷ്യൂറി ഡിസൈൻ ചെയ്ത ഒരു സ്പൈഡർമാൻ സ്യൂട്ടാണെന്നും പറയുന്നുണ്ട് നമ്മുടെ സ്വന്തം ബ്ലാക്ക് ഗോൾഡൻ സ്യൂട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്കൊരു ബ്ലാക്ക് പാന്തർ സ്യൂട്ട് പോലെയാണ് ആദ്യം തോന്നിയത്. അതായത് നിങ്ങൾ ആ ഒരു സ്പൈഡറിന്റെ ആ ഒരു സാധനം ഇല്ലാതെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നുന്ന ഒരു തിൻ ആയിട്ടുള്ള ബ്ലാക്ക് പാന്തർ സ്യൂട്ട് എന്ന് തന്നെ പറയാം, വിത്തൗട്ട് ഹെൽമെറ്റ് എന്നൊക്കെ. അപ്പം ആ ഒരു സ്യൂട്ട് കണ്ടപ്പോൾ ഞാനും അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് മറ്റേ ആദ്യത്തെ സ്പൈഡർമാൻ്റെ ഫസ്റ്റ് ഫ്രാഞ്ചൈസ് ഉണ്ടായിരുന്നല്ലോ, ടോബി മെഗ്യൂറിന്റെ സ്പൈഡർമാൻ്റെ അകത്ത് ആദ്യം വരുന്ന ആ ഒരു ഏലിയൻ ബ്ലാക്ക് സ്യൂട്ട് ഇല്ലായിരുന്നോ, അതുപോലെ എനിക്ക് തോന്നിയായിരുന്നു. സോ ഈവൻച്വലി ഇങ്ങനെ 3 തിയറീസ് ആണ് ഈ ഒരു ബ്ലാക്ക് ഗോൾഡൻ സ്യൂട്ടിനെ പറ്റി നിൽക്കുന്നത്. എങ്ങനെയാവുമെന്ന് നമുക്കറിയത്തില്ല. ഈവൻ തോ ബ്ലാക്ക് സ്യൂട്ട് ഉറപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മുടെ ട്രെയിലർ പോലും ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെയാവുമെന്ന് ഒരു പിടിയില്ല. ലെറ്റ്സ് വെയിറ്റ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്യൂട്ടിലേക്ക് പോവാം. രണ്ടാമത്തെ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇന്റഗ്രേറ്റഡ് സ്യൂട്ടാണ്. ഞാൻ എൻ്റെ ആ ഒരു മാർവൽ സ്പൈഡർമാൻ നോവേ ഹോമിന്റെ ഫുൾ ബ്രേക്ക് ഡൗണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ച് തന്റെ മാജിക്കൽ പവേഴ്സ് ഉൾപ്പെടെ, അതായത് അവന്റെ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ ഉൾപ്പെടെ അവൻ സ്പൈഡർമാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്യൂട്ടിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് സ്യൂട്ട് എന്ന് പറയുന്നത്, അതായത് ഇന്റഗ്രേറ്റഡ് വിത്ത് മാജിക്കൽ പവേഴ്സ് എന്ന് തന്നെ പറയാം. സോ ഇതിന്റെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന് അതായത് സ്വന്തമായിട്ട് ചെയ്യുന്ന കുറച്ച് കഴിവല്ലാതെ അവന് എക്സ്റ്റേണലി ഉള്ള അവന്റെ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ സ്പൈഡർമാൻ കൊടുക്കുന്നത്. കാരണം സ്പൈഡർമാൻ അങ്ങനത്തെ ഒരു കഴിവില്ല, അവൻ എക്സ്റ്റേണലി അതൊരു ടെക്നോളജി രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ആ ഒരു തിയറി കഥ അനുസരിച്ചാണെങ്കിൽ ഈ ഒരു ഇന്റഗ്രേറ്റഡ് സ്യൂട്ടിന് മിക്കവാറും ഈ ഒരു സിനിസ്റ്റർ 6 നേരിടുമ്പോൾ ഉപയോഗിക്കാൻ തന്നെയായിരിക്കും. അവരുടെ വേറെ ഒരു ഡയമെൻഷനിലേക്ക് ഇവരെ തിരിച്ചുവിടാൻ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിനെ പറയാൻ പറ്റുള്ളൂ. ഈവൻ തോ എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന് ഒരു മൈനർ റോൾ മാത്രം നോവേ ഹോമിൽ കാണുള്ളൂ. ബട്ട് എൻ്റെ ഒരു മേജർ തോട്ട് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ സ്റ്റീഫൻ സ്ട്രേഞ്ചിന് ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഒരു മേജർ റോൾ തന്നെ നോവേ ഹോമിലുണ്ട്. കാരണം പുള്ളിക്കല്ലേ മൾട്ടിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്താൽ തന്നെ അതെങ്ങനെയൊക്കെയും സെറ്റാക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മുടെ ആ തിയറിയോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ ആ ഒരു ഇന്റഗ്രേറ്റഡ് സ്യൂട്ട് നമുക്കറിയാം, ഈ ഇടയ്ക്ക് ഇഷ്ടം പോലെ ഫാൻസ് ഒക്കെ ഗൂഗിളിൽ ഇത് ചെയ്താണ്, ഫാൻ പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്യൂട്ട് തന്നെയായിരുന്നു. ആ ഒരു ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ പുറകിലും ആ ഒരു റെഡ് സ്യൂട്ടായിരുന്നു, അത് റെഡ് വിത്ത് ബ്ലാക്ക് സ്ട്രൈപ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ തോ നമ്മുടെ പണ്ടത്തെ ഫാർ ഫ്രം ഹോമിൽ സാധാരണ, അതായത് സ്പൈഡർമാൻ ടോണി സ്റ്റാർക്ക് കൊടുത്തു കഴിഞ്ഞ് ചെയ്തിട്ടുള്ള കുറച്ച് ഇന്റഗ്രേഷനിൽ നിന്ന് ഇച്ചിരി വ്യത്യാസമായിട്ടുള്ള ഒരു സ്യൂട്ട് തന്നെയാണ് ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സ്വന്തം ഇന്റഗ്രേറ്റഡ് മാജിക്കൽ പവർ സ്യൂട്ട്. മൂന്നാമത്തെ സ്യൂട്ട് ഏതെന്ന് വെച്ചാൽ നമുക്ക് വാട്ട് ഇഫിൽ സ്പൈഡർമാനെ കാണാൻ കഴിയുന്ന അതേപോലത്തെ, അതായത് ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ പോലത്തെ അതിനെ വിളിക്കുന്ന പേര് ഇതുവരെ കറന്റ് അപ്ഡേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന സോംബി ഹണ്ടർ സ്പൈഡർമാൻ എന്നാണ്. സോംബി ഹണ്ടർ സ്പൈഡർമാൻ്റെ അകത്താണ് അവന് ഇവഞ്ച്വലി, അല്ലെങ്കിൽ നമ്മുടെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പോലെ തന്നെ വാട്ട് ഇഫിലും വരുന്ന ഒരു വെവ്വേറെ ഇച്ചിരി കൂടെ വ്യത്യാസം, സാധാരണ ഇന്റഗ്രേറ്റഡ് സ്യൂട്ടിനേക്കാളും ഇച്ചിരി കൂടെ വ്യത്യാസമുള്ള, അല്ലെങ്കിൽ ഹൈലി ഇന്റഗ്രേറ്റഡ് സ്യൂട്ടിനേക്കാളും ഇച്ചിരി കൂടെ പവർ കൂടുതലുള്ള ഒരു സ്യൂട്ട് ആകാൻ ചാൻസ് ഉണ്ട് സോംബി ഇന്റഗ്രേറ്റഡ് സ്യൂട്ട് വാട്ട് ഇഫിൽ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ട് ഇഫിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കണ്ടായിരുന്നു ക്യാപ്റ്റൻ അമേരിക്ക, അയൺമാൻ എല്ലാവരും തന്നെ സോംബീസ് ആകുന്ന ഒരു രംഗം. ഈവൻ ദോ വാട്ട് ഇഫിലെ മെയിൻ വില്ലൻ ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഞാൻ ആദ്യം ഓർത്തത് അൾട്രോൺ ആയിരിക്കും. കാരണം അൾട്രോണിന്റെ ദേഹത്ത് ആ ഒരു 6 ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉൾപ്പെടെ ഉണ്ട്. അതും കൂടാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ തോന്നുന്നു നമ്മുടെ സ്വന്തം അവഞ്ചേഴ്സ് തന്നെ സോംബി ആയി പോയിട്ട് അവരെ രക്ഷിക്കുന്ന മിക്കവാറും സ്പൈഡർമാൻ ആയിരിക്കുന്നു. വാട്ട് ഇഫ് എന്ത് വേണേലും നടക്കാം, ഇങ്ങനെ നടന്നാൽ എന്നും ഇതിനർത്ഥമുണ്ട്. സോ അതിൻ്റെ അകത്തെ സോംബി ഹണ്ടർ സ്യൂട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പരിഗണിക്കാം.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്യൂട്ട് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അപ്ഗ്രേഡഡ് സ്യൂട്ടാണ്. അതായത് ഫാർ ഫ്രം ഹോമിൽ നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ ടോം ഹോളണ്ട് ധരിച്ച സെയിം സ്യൂട്ടിന്റെ ഇച്ചിരി അപ്ഗ്രേഡഡ് വേർഷൻ. ഇതിനകത്ത് തന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പുതിയ പോസ്റ്റേഴ്സ് ഒക്കെ മാർവൽ പുറത്തു വിട്ടെ. മാർവലിന് കൂടുതൽ പറയാൻ പറ്റില്ല, സ്പോയിലായിട്ട് വേണമെന്നും പറയാം. നമ്മുടെ സ്വന്തം ടോം ഹോളണ്ട് നോ വേ ഹോം ചിത്രീകരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവൻ ആ ഒരു സ്യൂട്ട് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് ഓർത്തില്ല, കാരണം ഫാർ ഫ്രം ഹോമിലെ സെയിം സ്യൂട്ടാണ് അപ്പോൾ അവൻ ഇട്ടുകൊണ്ടിരുന്നതെന്നാണ് എല്ലാവരും തന്നെ വിചാരിച്ചിരുന്നത്. ബട്ട് റിയൽ മാർവൽ ലെജൻസ് കണ്ടുപിടിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അവൻ്റെ ആ ഒരു വെയിസ്റ്റിന് താഴേക്കുള്ള ഒരു കുറച്ച് ഡിസൈൻസ് ഒക്കെ മാറ്റമുണ്ട്. ഈവൻ അവൻ്റെ കയ്യിൽ നിന്ന് വരുന്ന കുറച്ച് ഭാഗത്ത് ബ്ലാക്ക് സ്ട്രിപ്സും, സാധാരണ ഫാർ ഫ്രം ഹോമിൽ റെഡ് ആയിരുന്നെങ്കിൽ അവിടെ ബ്ലാക്ക് കയറി വന്നിട്ടുണ്ട്. കുറച്ച് കളർ പാറ്റേൺസും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ബട്ട് ഈ ഒരു സ്യൂട്ട് ഡയറക്റ്റ്ലി എനിക്ക് തോന്നുന്നത് ടോബി മെഗ്യൂരി സ്യൂട്ടുമായിട്ട് ഇച്ചിരി ബന്ധം ഉണ്ടെന്ന് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടോബി മെഗ്യൂർ, ആൻഡ്രൂ ഗാർഫീൽഡ് രണ്ട് സ്പൈഡർമാനും സ്പൈഡർ വേഴ്സിൽ വരുവാണെങ്കിൽ തന്നെ മിക്കവാറും മെയിൻ ഹീറോ അല്ലെങ്കിൽ ടോപ്പിക് നമ്പർ 1 എന്ന് പറയുന്ന ടോം ഹോളണ്ട് തന്നെയാണ്, സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ. സോ ഇവൻച്വലി ഒരു 20 മിനിറ്റ്സ് ഈച്ച് ആയിരിക്കും നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിനും നമ്മുടെ സ്വന്തം ടോബി മെഗ്യൂറിക്കും കിട്ടാൻ ചാൻസ് ഉള്ളൂ അവര് സ്പൈഡർ വേഴ്സിൽ വന്നാൽ. അതും ഇപ്പോൾ ഒരു റൂമേഴ്സ് ആണ്. ഇപ്പൊ സിനിമ കൂടി വരുന്ന, അല്ലെങ്കിൽ സിനിമയുടെ ഒരു എൻഡിങ് അത് നമുക്കറിയാം ഈ വർഷം അവസാനം കാണുമെന്ന്. ആ ഒരു സമയം എത്തുമ്പോഴേക്ക് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു സ്പൈഡർമാൻ മാത്രം അവസാനം കാണുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ്. കാരണം ട്രെയിലർ പോലും ഇറക്കിയിട്ടില്ല. ഒരു ട്രെയിലർ ഇറക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഒരു ബ്രേക്ക് ഡൗൺ തന്നെ ഒരു ട്രെയിലറിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ച വീഡിയോ ഇടാനുള്ള വഴുപ്പുണ്ടായിരുന്നു സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ ട്രെയിലർ. എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ട്രെയിലർ അപ്ഡേറ്റ് ആയെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. ഏതായാലും അപ്ലോഡ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് അവരെ പറയിക്കാതൊന്നും ചെയ്തില്ലായിരിക്കും. ഏതായാലും ഈ 3 സ്യൂട്ടാണ് നമ്മൾ ഇതിനകത്ത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വാട്ട് ഇഫ് എന്ന് പറയുന്ന സീരീസ് ഇത് കഴിഞ്ഞാണ് നമ്മുടെ നോ വേ ഹോം ഇറങ്ങുന്നത്. സോ നോ വേ ഹോമും വാട്ട് ഇഫുമായിട്ട് എന്തെങ്കിലും ബന്ധമൊക്കെ കാണാൻ ചാൻസ് ഉണ്ടോ? എൻ്റെ രീതിയിൽ ഇല്ലെന്ന് തന്നെയാണ്. ബട്ട് പറയാൻ പറ്റില്ല, മാർവൽ മൾട്ടിവേഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഹിന്റ് എങ്കിലും തരാതിരിക്കുകയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ വാട്ട് ഇഫ് മസ്റ്റായിട്ട് കാണാം. ഒരു കപ്പിൾ ഓഫ് വീക്സിൽ നമുക്ക് വാട്ട് ഇഫ് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഓരോ എപ്പിസോഡും ഡയറക്റ്റ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഈ 3 സ്യൂട്ടിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒബ്വിയസ്ലി ഞാൻ പറയുന്നത്, എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ ഡോക്ടർ സ്ട്രേഞ്ച് കൊടുത്ത ഇന്റഗ്രേറ്റഡ് സ്യൂട്ട്, രണ്ടാമത് ബ്ലാക്ക് സ്യൂട്ടും പറയും, മൂന്നാമത് അപ്ഗ്രേഡഡ് സ്യൂട്ട് എന്നും ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം മാജിക്കൽ പവേഴ്സ് കൂടുതലുള്ള നമ്മുടെ സ്വന്തം മാജിക്കൽ പവേഴ്സ് പ്ലസ് വെബ് ഷൂട്ടിംഗ് എബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള നമ്മുടെ, അതായത് ആ ഒരു ഇന്റഗ്രേറ്റഡ് സ്യൂട്ടിന് സെയിം ലൈക്ക് നമുക്കറിയാം എൻഡ് ഗെയിമിൽ ടോണി സ്റ്റാർക്ക് കൊടുത്ത ആ ഒരു അയൺ സ്യൂട്ടിലെ അതേപോലത്തെ തന്നെ ബട്ട് വിത്ത് മാജിക്കൽ പവേഴ്സ്. സോ അതൊരു മൈറ്റി സ്യൂട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ സെലക്ട് ചെയ്യുന്നു. ലുക്കിലാണെങ്കിൽ ഞാൻ സത്യം പറയാം ബ്ലാക്ക് സ്യൂട്ട്, എനിക്ക് ബ്ലാക്ക് സ്യൂട്ടിന്റെ ആ ഒരു കോസ്റ്റ്യൂം ഫാൻ മെയ്ഡ് ആണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇവന്തോ എങ്ങനെയാവും അറിയത്തില്ല, ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പില്ല. എന്നാൽ ഉറപ്പുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വെനത്തിന്റെ ഒഫീഷ്യൽ സെക്കൻഡ് ട്രെയിലർ നാളെ ഇറങ്ങുമെന്നാണ്. പറയാൻ പറ്റിയല്ല, കാർണേജും വെനവും തമ്മിലുള്ള ഒരു യുദ്ധം എന്തെങ്കിലും കാണാൻ ആയിരിക്കാം അല്ലേ. ഇനിയിപ്പോൾ കാർണേജ് വെനത്തിനെ പറഞ്ഞ് മനസ്സിലാക്കിയാലും അല്ലെങ്കിൽ ഒരു വേറെ തന്നെ ഇവർ തമ്മിൽ നടക്കാം. ഇനിയിപ്പോൾ പറയാൻ പറ്റിയല്ല, വെനത്തിന്റെ ഒരു മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ വെനത്തിന്റെ ഒരു വേരിയന്റ് ആണല്ലോ കാർണേജ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല, അറിയുന്നവരാണ് കമന്റ് ചെയ്തോളൂ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സ്പൈഡർമാന്റെ ദിവസമായതുകൊണ്ട് ഞാൻ ഒബ്വിയസ്ലി ഈ വീഡിയോ അല്ല ഇന്ന് ഇടാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് സ്പൈഡർ ഡേ അല്ലേ, നമുക്ക് സ്പൈഡർമാനെ വിട്ട് വേറെ കളിയില്ല. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ കമന്റ് ചെയ്താൽ മതി. കമന്റിൽ ഞാൻ ലിങ്ക് തന്നേക്കാം. ഏതായാലും അടുത്ത വീഡിയോ കാണാം. നെക്സ്റ്റ് വീഡിയോ.